ഒരു മുമ്പിലാണെങ്കിൽ അലീനയെ പുറത്താക്കാനെത്തിയ എൽസമ്മയെ തല്ലി സ്റ്റാൻലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുകയാണ്. അതായത്, വൈജയന്തി, നീ കാരണമാണ് ഞാൻ ഇങ്ങനെയായത് എന്ന് പറയുന്നു. മദ്യപാനിയായി മാറിയത്, ഒരുപാട് രോഗങ്ങൾക്ക് അടിമയായി മാറിയത് എന്ന് പറയുന്നു. അപ്പോഴേക്കും വൈജയന്തി പറയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഏതു സമയവും എന്നെ ഇങ്ങനെ കടിച്ച് കീറാനായിട്ട് വരുന്നത് എന്ന് ചോദിക്കുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു പൂച്ചക്കുട്ടിയുടെ മാതിരിയുള്ള നിൻ്റെ അഭിനയമില്ലേ വൈജയന്തി, അത് നീ നിർത്തിക്കോ എന്ന് പറയുന്നു. നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള എല്ലാ ധാരണയും എനിക്ക് ലഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? നിങ്ങൾ എന്തിനാണ് എന്നെ വെറുതെ ഇങ്ങനെ സംശയിക്കുന്നത്, വെറുതെ ഇങ്ങനെ ചീത്ത പറയുന്നത്, വെറുതെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. നീ എന്ത് ചെയ്തിട്ടാണെന്നോ? എനിക്ക് നിൻ്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നീ ആലോചിച്ച് കഴിഞ്ഞാൽ തെറ്റുകളൊക്കെ നിനക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും. നീ എത്ര പേരെ ചതിച്ചിട്ടുണ്ട് വൈശേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ചതിയും വഞ്ചനയൊന്നും എൻ്റെ ചിന്താഗതിയിൽ പോലുമില്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് ഇത്രയും കള്ളത്തരങ്ങൾ പറയുന്നത്? വെറുതെയല്ല, നീ റോട്ടിൽ വണ്ടി ഇടിച്ച് വണ്ടി കയറിയ തവളയമാരി ആശുപത്രിയിൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുകൂടിയത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, എന്നെ കളിയാക്കാനും എന്നെ കുറ്റം പറയാനും ബാലചന്ദ്രന് എത്ര നാവാണ്. ബാലേന്ദ്രനും ഇനി പോക്ക് പോവുകയാണെങ്കിൽ അധികം വൈകാതെ ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുന്നു. അത് കേട്ട ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിനി പോവുകയാണെങ്കിൽ നേരെ ആശുപത്രിയിലേക്കല്ല പോകുന്നത്, ഇനി ഒരു പോക്കായിരിക്കും പോകുന്നത്, ഈ ഭൂമി വിട്ടു പോകാനുള്ള പോക്കായിരിക്കും പോകുന്നത് എന്ന് പറയുന്നു. നീ എന്നെ ചതിച്ചിടത്തോളം വേറെ ആരും എന്നെ ചതിച്ചിട്ടില്ല എന്നും നമ്മുടെ വൈജയന്തിയോട് ബാലചന്ദ്രൻ പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട്. അലീന വല്യപ്പച്ചനോട് പറയുന്നത്, വല്യപ്പച്ചൻ ഓർക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഭക്ഷണം കഴിക്കാനായിട്ട് സ്റ്റാൻലി അപ്പനെ വിളിക്കാനായിട്ട് പറയുമ്പോൾ അപ്പന്, അതായത് വല്യപ്പച്ചന്, അത് ഓർമ്മ വരികയാണ് എന്ന് കാണാം. കൂടാതെ ചിന്നമ്മ പട്ടിണി കിടക്കുന്നത്, ഉപവാസം എടുക്കുന്നത് വല്യപ്പച്ചന് താങ്ങാനാവാത്ത ഒരു കാര്യമാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ നമുക്ക് കാണാൻ കഴിയുക, സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ടൊരുങ്ങുന്ന നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് കൃഷ്ണമോള് പെട്ടെന്ന് കടന്നു വന്നിട്ട്, പപ്പ വായോ, അപ്പൻ വന്ന് റൂമിലേക്ക് പോവാം, പപ്പയെ കുടിച്ചിട്ട് ഇങ്ങനെ പറയല്ലേ, വായോ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിൽ പിടിച്ച് കൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ വൈജയനാണെങ്കിൽ ആകെ സങ്കടപ്പെടുകയാണ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയിരിക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ എന്തിനു കുടിച്ചു, എന്തിനു വേണ്ടിയാണ് കുടിച്ചത് എന്ന് സ്റ്റാലിന്ന് ബാലേന്ദ്രനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ നമ്മുടെ കൃഷ്ണയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ്റെ മനസ്സ് നേറിയിട്ടാണ് മോളെ അച്ഛൻ കുടിച്ചത്, അല്ലാതെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ തീയൊന്ന് കെട്ടടങ്ങാനായിട്ട് വേറെ യാതൊരു വഴിയും കണ്ടില്ല, അതുകൊണ്ടാണ് അച്ഛൻ കുടിച്ചത് എന്ന് കൃഷ്ണയോട് ബാലചന്ദ്രൻ പറയുമ്പോൾ
കൃഷ്ണയ്ക്കും ഒരുപാട് സങ്കടമാകുന്നുണ്ട്. തൻ്റെ പപ്പയുടെ ജീവിതം ഈ അവസ്ഥയിലാവാൻ കാരണം അമ്മയാണെന്നുള്ള തിരിച്ചറിവ് കൃഷ്ണയ്ക്കുള്ളത് കൊണ്ട് തന്നെ കൃഷ്ണ വളരെയധികം ദുഃഖിതയാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെയിരിക്കെ നമ്മുടെ സ്റ്റാൻലിയെ കാണിക്കുന്നുണ്ട്. സ്റ്റാൻലിയാണെങ്കിൽ വളരെയധികം ദേഷ്യത്തിലാണ് എന്ന് കാണാം. ദേഷ്യത്തിന് കാരണം നമ്മുടെ വല്യപ്പച്ചനാണ് എന്ന് കാണാം. വല്യപ്പച്ചനാണെങ്കിൽ സ്റ്റാൻലിയോട് പറയാണ്, അതായത് നീയുണ്ടല്ലോ സ്റ്റാൻലി, എൻ്റെ ഈ കുഞ്ഞു കയ്യിലാണ് കിടന്നത്. നീ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് നിനക്കറിവ് വയ്ക്കുന്നവരെ നീ നിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ എൻ്റെ മടിയിലാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നീ എന്നെ പുറത്താക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. അതിന് നിന്നെക്കൊണ്ട് കഴിയുകയുമില്ല, സാധിക്കുകയുമില്ല. മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. എന്തായാലും നീ കീഴടങ്ങാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ചിന്നമ്മയുടെ കൂടെ നിന്നാലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ. അവളെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഇനി എന്നെക്കൊണ്ട് കഴിയില്ല. അവളിങ്ങനെ പട്ടിണി എടുക്കുമ്പോൾ മൂക്കുമുട്ട തിന്നാൻ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പച്ചൻ അത് പറയുമ്പോൾ സ്റ്റാലിയുടെ കണ്ണുകൾ നിറയുകയാണ് എന്ന് കാണാം. കാരണം താൻ എന്തൊരു ക്രൂരനായ പപ്പയാണ് എന്ന് സ്റ്റാൻലി ചിന്തിച്ചെടുക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീതാമ്മ വരാനായിട്ട് പോവുകയാണ്. ആരെയും കൊണ്ട്? എൽസമ്മയെ കാണിച്ചുകൊണ്ട്. എൽസമ്മയുടെ ധ്യാനമൊക്കെ കഴിഞ്ഞ് എൽസമ്മ നേരെ സ്റ്റാലിനെ കാണാനായിട്ട് എത്തുകയാണെന്ന് കാണാം. സ്റ്റാലിനെ കാണാനുള്ള ഉദ്ദേശം തന്നെ അലീനയെ പുറത്താക്കാനാണ് എന്നും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവർ അതിൻ്റെ പേരും പറഞ്ഞ് ഒന്ന് രണ്ടും പറഞ്ഞ് അങ്ങടും ഇങ്ങടും തല്ലുപിടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ തലകുത്തി നിന്നാലും എൻ്റെ മകളെ ഒന്ന് അനക്കാൻ പോലും സാധിക്കില്ല എന്ന്. ഇതേ സമയം അങ്ങനെയാണോ സ്റ്റാൻലി കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റീത്തയും എൽസമ്മയും കൂടി അലീനയെ പിടിച്ച് വെളിയിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ആ സമയം നമ്മുടെ സ്റ്റാൻലി തടയുകയും എൽസമ്മയുടെ കരണത്ത് തല്ലുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്